മഴതൊരു മുംബൈയുടെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അലീന ഉണ്ടാക്കിയ ഭക്ഷണം അമൃതാണ്. അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് എന്നും അറിയാനുള്ള സമയം നിങ്ങൾക്ക് ആയിട്ടുമില്ല. പക്ഷെ അറിയുന്ന സമയത്ത് നിങ്ങൾ വിഷമിക്കും, നഷ്ടപ്പെട്ടതോർത്ത്. അന്ന് ചിലപ്പോ നിങ്ങൾക്കത് കിട്ടിയെന്ന് വരില്ല എന്നൊക്കെ കൃഷ്ണമോള് പറയുന്നത് കേട്ട് ബബിത തിരിച്ച് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് വാര്യത്തിന് നാണം കെട്ടവളെന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണയെ അവിടെ നാട്ടുന്ന രീതി സംസാരിക്കുകയാണേ. അത് കേട്ട് കൃഷ്ണ അങ്ങ് പോവാണ്. കൃഷ്ണ പോയി കഴിഞ്ഞ ശേഷം പെറ്റമ്മയോട് സ്നേഹമില്ലാത്ത മക്കളുണ്ടോ എന്നുള്ള കാര്യമാണ് രോഹി ചോദിക്കുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ ബബിയാണെന്നുണ്ടെങ്കിൽ കോമൺ സെൻസ് വേണ്ടേ, തലയ്ക്കകത്ത് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അലീന ബാലേന്ദ്രന് ഭക്ഷണമായിട്ട് വരുവാണ്. ഇന്നത്തെ സ്പെഷ്യല് ചിക്കൻ കറിയും അതുപോലെ തന്നെ ചപ്പാത്തിയും ആയതുകൊണ്ട് തന്നെ പാത്രം തുറന്നിട്ട് ചിക്കൻ കറി ഒന്ന് എടുത്ത് മണത്ത് നോക്കുന്നുണ്ട്. ആഹാ, കൊതിപ്പിക്കുന്ന മണം എന്നൊക്കെ പറഞ്ഞ് പോയി കൈ കഴുകി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അതേസമയം അലീനയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി, പക്ഷെ ആരും കഴിച്ചില്ല, കൃഷ്ണമോൾ ഒഴികെ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർ കഴിക്കണ്ട. അച്ഛ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് എന്തിനാണ് വെറുതെ പട്ടിണി കിടക്കുന്നത്? അതെ, അഹങ്കാരമാണ് എന്നും ഇത് എവിടുന്ന് വരുന്നതെന്നറിയോ? സൂപ്പർ ഈഗോ. ആഹാരത്തോട് ആദരവില്ലാതെ കാണുന്ന സമയത്ത് തനിക്ക് സങ്കടം തോന്നും. കാരണം ഭക്ഷണത്തിന്റെ വിലയും രുചിയും ശരിക്കും അറിഞ്ഞവളാണ് ഞാൻ. ഇവിടെ ഫുഡ് ഇല്ലാഞ്ഞിട്ടോ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ആളില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡും മേശയും ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അവരുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. അച്ഛനൊന്ന് അവരുടെ അടുത്ത് പറയാവോ എന്നുള്ള കാര്യം അലീന ചോദിക്കുമ്പോൾ വിശന്നിരിക്കുന്നവന്റെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് ഇനി ഒന്ന് കഴിക്കാവോ എന്നുള്ള കാര്യം ഞാൻ പറയണോ? ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചിട്ട് തട്ടിക്കളഞ്ഞാള് പിൻകാലത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. സ്വത്തും അതുപോലെ തന്നെ ആഡംബര ജീവിതം ഇതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. ഇത് വരും പോകും. അലീനയുടെ മുഖം കണ്ടിട്ട് സങ്കടപ്പെടുന്നത് പോലെ തോന്നിയിട്ട് നീ ഇതൊന്നും കണ്ടിട്ട് വിഷമിക്കണ്ട. അല്ല, അച്ഛൻ എന്താണ് ന്യൂസ് പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അലീന ന്യൂസ് പേപ്പർ നോക്കി ചോദിക്കുമ്പോൾ അത് ചില ബിസിനസ് പരസ്യങ്ങളാണ്, ഇനി നീ പൊക്കോ, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചോ എന്നുള്ള കാര്യം കൂടി ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് അലീന താഴേക്ക് പോവാണ്. തുടർന്ന് അലീന പുതിയ ഫോണിൽ നിന്നും രേവതി കുട്ടിയെ വിളിക്കാണ് കേട്ടോ. അലീനയുടെ ശബ്ദം കേട്ടുടനെ ചേച്ചി ഇതേതാ നമ്പർ? ഇത് സാർ എനിക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഫോൺ മേടിച്ചു തന്നു. ഓഹോ, സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് പുതിയ ഫോണൊക്കെ കിട്ടിയല്ലേ? എന്തായാലും ചേച്ചിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇനി തനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടുത്തെ വിശേഷങ്ങൾ അന്വേഷിക്കുകയാണ്. അലീന നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. രാജീവൻ സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് അലീനയുടെ അടുത്ത് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളെ കുറിച്ച് കേട്ട ഉടനെ ചേച്ചിയെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായിരുന്നു. പിന്നെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ചേച്ചിയെ പിടിച്ച് വലിച്ചു പുറത്തിട്ട കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങൾ എന്തോരം ടെൻഷൻ അടിച്ചെന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയോ? പിന്നെ മനുവേട്ടനെയും അതുപോലെ തന്നെ മുത്തശ്ശിയെ മാറി മാറി വിളിച്ചു. അവസാനം മനുവേട്ടനാണ് പറഞ്ഞത് ചേച്ചിയെയും കൂട്ടിക്കൊണ്ട് ബാലേന്ദ്രൻ സാറ് ഒരു ഹോം സ്റ്റേയിലേക്ക് പോയി എന്ന്. മുത്തശ്ശിയെ വിളിച്ചപ്പോൾ മുത്തശ്ശി കൊല്ലപ്പള്ളിയില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. അവിടെ എന്തൊക്കെയാണ് ചേച്ചി നടക്കുന്നത്? രാജീവ് സാർ വന്നിട്ട് എനിക്ക് 22 മണിക്കൂർ സമയമായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എവിടുന്ന് പൊയ്ക്കോളാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ സാറ് എന്നെ വിട്ടില്ല എന്നല്ല, സാറിന്റെ അനുവാദം ഇല്ലാതെ എനിക്ക് എങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റില്ല എന്നായി. ഈ വീഡിയോ ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ മോളെ ഞാൻ നിന്നെ നേരിട്ട് കാണുന്ന സമയത്ത് പറയാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല. ഞാൻ എന്തായാലും അടുത്ത ആഴ്ച അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് അലീന പറഞ്ഞ് കേട്ട ഉടനെ ചേച്ചി എന്തിനാ അടുത്ത ആഴ്ചത്തേക്ക് വെക്കുന്നത്? ഒറ്റ നിമിഷം പോലും അവിടെ നിൽക്കണമെന്നേ ഞാൻ പറയുള്ളൂ. ഞങ്ങള് ചേച്ചിയെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരട്ടെ. എന്റെ ഒരു ദിവസത്തെ ക്ലാസ് മുടങ്ങുന്നുള്ളൂ. നീ ആ ക്ലാസ് ഒന്നും മുടക്കിയിട്ട് വരണ്ട. നിന്നെ ഞാൻ വിളിച്ചോളാം. നിനക്ക് ഒരുപാട് പഠിക്കാനില്ലേ? ഒരു വേലക്കാരിയെ പോലെ നിന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവര് നിനക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്തു തരുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കണം. മോള് കാരണം അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പഠിച്ച് മിടുക്കിയായിട്ട് നല്ല ജോലിയൊക്കെ കിട്ടുന്ന സമയത്ത് എന്നെ മറക്കാണ്ടിരുന്നാ മതി. ഇത് കേട്ട രേവതി കുട്ടിയാണെങ്കിൽ ഒന്ന് പോ ചേച്ചി, നമ്മൾ തമ്മിലെ പാലായുമായിട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ചേച്ചിയുടെ തൊട്ടടുത്ത് തന്നെയാണ്, ചേച്ചിയുടെ കൂടെ തന്നെയാണ് എന്റെ മനസ്സുള്ളത്. ചേച്ചിയും അതുപോലെ തന്നെ ബ്രിജിത മമ്മിയും ഓർക്കാത്ത ഒരു നിമിഷം പോലുമില്ല. ചേച്ചിയും ഇങ്ങോട്ടേക്ക് വരണം. എന്നിട്ട് വേണം ചേച്ചിയും പഠിപ്പിക്കാൻ. GDM മാത്രം പോരാ, IAS പഠിപ്പിക്കും ഞാൻ. മാമച്ചനങ്ങളോടും അതുപോലെ തന്നെ ഗ്രേസി ആന്റിയോടും പറഞ്ഞു കഴിഞ്ഞാൽ സാധിച്ചു തരാത്ത ഒന്നുമില്ല. IAS എടുത്തിട്ട് ചേച്ചി പാലായിലെ കളക്ടറായിട്ട് അവിടെ ചെല്ലണം, അതും വൈജാന്റിന്റെ മുമ്പില്. നീ എന്തൊക്കെയാണ് പറയുന്നത്? പാലായിലെ കളക്ടർ എന്ന് അലീന ചോദിക്കുമ്പോൾ പാല ഏത് ജില്ലയിലാണോ അവിടുത്തെ കളക്ടർ, ആ വൈജയിലെ അവിടുത്തെ ഭരണക്കാരി, ആ പെണ്ണുപിള്ളയുടെ മുമ്പില് എസ്കോട്ടോട് കുടിച്ചിരുന്ന് 4 വർത്താനം പറയണം ചേച്ചി. ഹലോ മാഡം, അന്ന് ഉപേക്ഷിച്ചൊരു പിഞ്ഞു കുഞ്ഞില്ലേ, ആ കുഞ്ഞാണ് ഞാന്, ഈ അലീന IAS.
രേവതിക്കുട്ടിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ അലീന നിർത്തിക്കേ, ഞാൻ നിന്നോട് തമാശ പറഞ്ഞിട്ടേ ചിരിക്കാനൊന്നും വേണ്ടിയല്ല വിളിച്ചത്. ചേച്ചി ഞാൻ തമാശ പറഞ്ഞതല്ല, സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്. ചേച്ചി അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഭാവി ഇല്ലാതാവുമെന്ന് പറയുകയാണേ രേവതി. മോളെ, ഇപ്പോ എന്റെ ഭാവിയേക്കാൾ എനിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഈ വീട്ടിൽ ഞാൻ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെങ്കിലും അവസാനിക്കുക എന്നുള്ളതാണ്. എന്റെ പേരും പറഞ്ഞിട്ട് സാറും അതുപോലെ തന്നെ മാഡവും തമ്മിലുള്ള പോരിന് ഒരു അവസാനം ഉണ്ടാവണം, ഈ വീട്ടില് സമാധാനം ഉണ്ടാവണം, അത്രേ താനിപ്പോ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അലീന പറയാണ്. കുറച്ചു നാളത്തേക്ക് ഞാൻ ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഡം ഒന്നും അഴിയുമായിരിക്കും. ഞാനെന്തായാലും സാറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് ദിവസം അവിടേക്ക് വരും. ഞാൻ എന്നാ ഇവിടുന്ന് പോരുന്നത് എന്നുള്ള കാര്യം ഇവിടുത്തെ സന്ദർഭവും സാഹചര്യമൊക്കെ നോക്കിയിട്ട് നിന്നെ വിളിച്ചറിയിക്കാം. ചേച്ചി, പിന്നെ ഒരു കാര്യം, ആ പിശാചുകളെ ചേച്ചിയെ ഇനിയും വലിച്ചഴിച്ച് പുറത്തേക്കിടാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കരുത്. എന്തുണ്ടെന്നുണ്ടെങ്കിലും ചേച്ചി എന്നെ വിളിച്ചറിയിക്കണം. ചേച്ചിയുടെ കയ്യിൽ ഇപ്പൊ ഫോൺ ഉണ്ടല്ലോ. ആ ശരി മോളെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അലീന. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ശിവൻ രാജീവിനെ വിളിക്കുന്നതാണ്. നമുക്ക് നാട്ടിലേക്ക് പോകണ്ടടാ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പ്രശ്നം ഒരുവിധം ഒതുക്കി പോകുന്നതാണ്, പിന്നെ ആ ബാലേന്ദ്രനാണ് എല്ലാം കൊളാക്കിയത്. എടാ, അവിടെ മൊത്തത്തിൽ ഇപ്പൊ കുളമായി കിടക്കുവാണ്. വൈജ വിളിക്കുന്നു, കമല വിളിക്കുന്നു, അമ്മ വിളിക്കുന്നു, ആകെ മൊത്തത്തില് പ്രശ്നമായി കിടക്കുവാണ്. ബാലേന്ദ്രൻ ആ അലീനയെ ദത്തപുത്രിയായിട്ട് പ്രഖ്യാപിച്ചത് നീ അറിഞ്ഞില്ലേ? വൈജയ്ക്ക് അവിടെ ഒരു പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു ശിവേട്ടാ. നമ്മളിപ്പോ രണ്ടുപേരും വേറെ വേറെ രാജ്യങ്ങളിലായി പോയില്ലേ? എന്തൊക്കെയാണെങ്കിലും രാജീവ, നമുക്ക് അടിയന്തരമായിട്ട് അവിടെ എത്തണം. എന്തായാലും നീ കുറച്ച് ലീവ് കൂട്ടിയെടുത്തോ. അവിടുത്തെ കലാപത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ നമുക്ക് തിരിച്ചു പോരാൻ വേണ്ടി പറ്റില്ല. തുടർന്ന് രാജീവൻ പറയുന്നത് ഗംഗേട്ടന് കാര്യങ്ങളൊക്കെ അറിയിക്കണ്ടേ. വൈജ അയാള് ബാലേന്ദ്രന്റെ പക്ഷത്താണ്, കാര്യങ്ങൾ അറിയിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അറിയിക്കാനുള്ള ബാധ്യതയില്ലേ? അതിന് ഗംഗേട്ടനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടണ്ടേ? ഡൽഹിയിലുള്ള മോളെ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് ഗംഗേട്ടനും ഭാര്യയും കൂടി ചേർന്നിട്ട് യൂറോപ്യൻ പര്യടനത്തിലാണെന്ന്. അപ്പൊ ഗംഗേട്ടനെ പ്രതീക്ഷിക്കേണ്ടല്ലേ എന്ന് രാജീവ് ചോദിക്കുമ്പോ വേണ്ട, എന്തായാലും നീ ലീവ് അറേഞ്ച് ചെയ്തിട്ട് എന്നെ വിളിച്ചറിയിക്കും, ഞാനും അതിനനുസരിച്ച് ലീവ് അഡ്ജസ്റ്റ് ചെയ്യാം. ശരിയെന്ന് പറഞ്ഞിട്ട് രാജീവൻ ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞ് അലീന ബാലേന്ദ്രൻ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ വന്നിട്ട് പോകാതെ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അല്ല, എറണാകുളത്ത് പോകുന്ന കാര്യത്തെക്കുറിച്ചാണ്. പൊക്കോളം ഞാൻ പറഞ്ഞില്ലേ? അല്ല, നാളെ കഴിഞ്ഞ് ഞാൻ പൊക്കോട്ടെ. പൊക്കോളാൻ വേണ്ടിയിട്ടുള്ള സമ്മതം ബാലേന്ദ്രൻ കൊടുക്കുന്ന സമയത്ത് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയും ഓക്കെ ഡൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണേ. അത് കഴിഞ്ഞ് ശിവനും അതുപോലെ തന്നെ രാജീവനും പിറ്റേ ദിവസം രാവിലെ തന്നെ കൊല്ലപ്പള്ളിയിൽ എത്തുന്നുണ്ട്. അവര് വന്നിറങ്ങിയത് കാണുമ്പോൾ കമലയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. രണ്ടുപേരും എത്തിയെന്നൊക്കെ ചോദിച്ച് ശിവന്റെ കൈയൊക്കെ പിടിച്ചുകൊണ്ടാണ് കമല ഉള്ളിലേക്ക് കയറി വരുന്നത്. ഉള്ളിലെത്തി ഉടനെ തന്നെ രാജീവന്റെ അടുത്ത് വൈജയെ വിളിച്ച് പറ നമ്മൾ എത്തിയ കാര്യം ഇപ്പൊ തന്നെ പറയണോ എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ എന്തിനാ വെച്ച് നീട്ടുന്നത്, ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്, നമുക്ക് കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കണ്ടേ. ശരി, വിളിക്കുക എന്ന് രാജീവന് പറയുന്നുണ്ട്. തുടർന്ന് ശിവനും രാജീവനും കൂടി ചേർന്നിട്ട് അമ്മയെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അവരെ കണ്ട ഉടനെ തന്നെ അമ്മ മുഖം തിരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അമ്മ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഞങ്ങള് അമ്മ പറഞ്ഞിട്ടും കൂടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, അമ്മ ഇങ്ങോട്ട് മുഖം തിരിക്കെന്നൊക്കെ രാജീവനും പറയുന്നുണ്ട്. പക്ഷേ വേണ്ട എന്നും, എനിക്ക് 4 മക്കളാണുള്ളത്, എന്നിട്ട് 4 പേരും കൂടി ചേർന്നിട്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുകയാണ്, അതും എണീക്കാൻ പോലും വയ്യാത്ത എന്നെ. അമ്മേ, അതിനെല്ലാത്തിനും കൂടി പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. രാജീവൻ പറഞ്ഞു കേട്ട ഉടനെ തന്നെ അമ്മ തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവിടെ പരിഹാരം ഉണ്ടാക്കിയിട്ടാണല്ലോ ഇത്രയും വഷളായത്, അതുകൊണ്ടല്ല അമ്മേ ഞാനും കൂടി ഇത്തവണ വന്നത്. അമ്മ എന്തായാലും ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, അമ്മയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയിട്ടേ രണ്ടുപേരും തിരിച്ചു പോകത്തുള്ളൂ എന്ന് പറയാണ്. എനിക്ക് പരിഹാരം ഉണ്ടാക്കാനാണോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത്? വൈജ വിളിച്ചിട്ടല്ലേ? അമ്മേ, വൈജയുടെ പ്രശ്നങ്ങൾ തീരുന്നതോട് കൂടിയിട്ട് അമ്മയുടെ പ്രശ്നങ്ങളും തീരുമാനമാകും. അമ്മയെ തിരിച്ച് കടപ്പട്ടൂര് തിരിച്ചെത്തിച്ചിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ. അതിനു മുമ്പ് അലീനെ അവിടുന്ന് പറഞ്ഞയക്കണം. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ദൗത്യം എന്തായാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ആ പെങ്കൊച്ചിനെ ഉപദ്രവിക്കാനൊന്നും പോയേക്കരുത്. കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തി ചെയ്തിട്ട് എന്റെ മക്കള് വെറുതെ ശാപൊന്നും പിടിച്ചു വാങ്ങരുത്. അമ്മ അല്ലെങ്കിലും ആ വേലക്കാരിയുടെ പക്ഷം ചേർന്നിട്ട് സംസാരിക്കുന്ന രാജീവൻ പറഞ്ഞു കേട്ട ഉടനെ ഒന്നുമില്ലെങ്കിലും ഞാനിപ്പോ ഈ ജീവനോടെ നിൽക്കുന്നത് ആ അലീന കാരണമാണ്. അവളെ ചൊല്ലിയിട്ട് ആ വീട്ടിൽ സമാധാനം ഇല്ലാണ്ടായിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ എങ്കിലും നിലമറന്ന് എണ്ണ തയ്ക്കാൻ വേണ്ടി പാടില്ലല്ലോ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കുക, അല്ലെങ്കിൽ അട്ടഹാസത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലേ ബാലേന്ദ്രൻ വെറുതെ ഇരിക്കത്തില്ല. ആദ്യത്തെ അനുഭവം അറിയാലോ, സിംഗപ്പൂരിൽ നിന്ന് ഒരുത്തം വന്നിട്ട് അനീതിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ട് അങ്ങ് മുങ്ങി. ഒടുവില് എന്താ സംഭവിച്ചത്? അലീനയെ വീണ്ടും ബാലേന്ദ്രൻ കടപ്പട്ടൂരിലേക്ക് കൂട്ടി. എന്നെയാണെന്നുണ്ടെങ്കിൽ എന്റെ മകളെ ഈ നരകത്തിലേക്ക് വിളിച്ചുകൊണ്ടുവരികയും ചെയ്തു. അമ്മ എന്താ ഈ പറയുന്നത്? ഇതെങ്ങനെ നരകയെന്ന് രാജീവൻ ചോദിക്കുമ്പോൾ കൂടുതൽ പറയിപ്പിക്കേണ്ട എന്നെ കൊണ്ട് കമലയുടെ അടുത്തല്ലേ ഞാൻ കിടക്കുന്നത്. ഇവൻ അറിയാൻ കാര്യങ്ങള്, ഇവന്റെ പെണ്ണുപിള്ള ഇവളെ എന്നെ എങ്ങനെ ശുശ്രൂഷിക്കും എന്നുള്ള കാര്യം. ഇത് കേട്ട ശിവനാണെന്നുണ്ടെങ്കിൽ അമ്മ എന്തായാലും കമലയോട് വഴക്കടിച്ചിട്ട് ഇവിടെ നിൽക്കണ്ട, അമ്മയെ ഞാൻ കടപ്പട്ടൂരേക്ക് എന്നെ കൊണ്ടുവിട്ടേക്കാം. അലീന പുറത്താവുന്നതോട് കൂടിയിട്ട് എല്ലാവരുടെയും പ്രശ്നം തീരും, അമ്മയുടെയും വൈജയുടെയും എല്ലാവരുടെയും. അലീനയെ ബാലേന്ദ്രൻ ഏത് രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി നോക്കിയിട്ടും കാര്യമില്ല, അവളെ ഞങ്ങൾ പുറത്താക്കും.
ഞങ്ങൾ രണ്ടുപേരും അന്യരാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അതിനാണ്. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് അവരുടെ തിരിച്ചു പോക്കുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് വൈജയന്തി വീട്ടിലെത്തിയതിനു ശേഷമാണ് കാണിക്കുന്നത്. കമല എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നീ ചായ കുടിച്ചിട്ടാവും സംസാരം എന്ന് പറഞ്ഞ് അങ്ങനെ വൈജ തുടങ്ങുവാണ്. അമ്മയെ ഞാൻ ഇവിടെ കൊണ്ടാക്കാനുള്ള ഒരേ ഒരു കാരണം അമ്മയുടെ പേരും പറഞ്ഞിട്ട് അലീന അവിടെ തുടരുതെന്ന് കരുതിയിട്ടാണ്. എന്തായാലും അവളെ പറഞ്ഞയക്കാതെ നമ്മള് ഇവിടുന്ന് തിരിച്ചു പോവില്ല എന്ന് ശിവന്റെ വാക്കുകൾ കേൾക്കുമ്പോ പറഞ്ഞയക്കാനോ അവളെ കാലെ പിടിച്ചിട്ട് വലിച്ച് പുറത്തു തള്ളണം. വെറുതെ ആവേശം വേണ്ട രാജീവ, നടക്കുന്ന കാര്യം പറ. വലിച്ചഴിക്കാതെ അവൾ അവിടുന്ന് പുറത്തിറക്കാൻ വേണ്ടി പറ്റത്തില്ല. ആദ്യം നമുക്ക് ബാലേന്ദ്രനുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ബാലേന്ദ്രൻ അവളെ പറഞ്ഞയക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ബലം പ്രയോഗിച്ച് അവൾ അവിടുന്ന് പുറത്താക്കുന്നുള്ള കാര്യവും പറയാം. ഇത് കേട്ട വൈജ പറഞ്ഞാൽ മാത്രം പോരാ, അങ്ങനെ ചെയ്യും വേണം. ബാലേന്ദ്രന്റെ കൺമുന്നിൽ കൂടി അവളെ പിടിച്ചിട്ട് റോഡ് കൊണ്ട് തള്ളണം. ശിവേട്ട, ഞാന് രാമുണി മാമന്റെ മക്കളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട്. അവർ രണ്ടുപേരും ശാസ്തമംഗലത്തുണ്ട്, അവധിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. ഇത് കേൾക്കുമ്പോഴേക്കും കമലയും പറയുന്നുണ്ട് തന്റെ ആംഗളയുടെ മകൻ അരുണിന്റെ അടുത്തും വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഒരു സംഘത്തോട് കൂടി ചെല്ലുന്ന സമയത്ത് അയാൾ പതറുന്ന രാജീവ് പറയുന്നത് കേൾക്കുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റോ കൗൺസിലറോ അങ്ങനെ ആരെങ്കിലും വേണോ എന്ന് കമല ചോദിക്കുന്നുണ്ട്. അലീനയെ ശരിക്കും അവിടുന്ന് പറഞ്ഞുവിടാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ വൈജിയും അതുപോലെ തന്നെ ബാലചന്ദ്രനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകും എന്നുള്ള കാര്യം ശിവൻ പറഞ്ഞ് കേട്ട ഉടനെ തന്നെ വൈജിയാണെങ്കിൽ വഷളായിക്കോട്ടെ, അത് ഞാൻ സഹിച്ചോളാം. എന്നോട് ആയുഷ്കാലം മുഴുവനും മുഖം വെറുപ്പിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാലും തനിക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് വൈജ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നമ്മൾ കടപ്പാട്ടൂർ പോവുകയും അലീന കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് തിരിച്ചു പോരുകയും ചെയ്യും. ഓക്കെ അല്ലേ എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറയാണ് ശിവനും. തനിക്ക് അത്രയും മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വൈജ അവിടെ ഇരിക്കുന്നു.